കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, ആവശ്യക്കാരന് ഔചിത്യമില്ല. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരാളാണ്. അപ്പം ചാൻസ് ചോദിക്കുന്നതിൽ ഇതൊന്നുമില്ല. ആ, പിന്നെ തരണോ വേണ്ടെന്നുള്ളത് അവരെ കാര്യമാണ്. അതെ അതെ അതെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ അതെ ടെലിവിഷനിലെ ഡ്രാമ ജൂനിയേഴ്സിന്റെ അല്ലേ ലൈക്ക് ജഡ്ജായിട്ട് ജഡ്ജിങ് പാനലിലുണ്ട്. അപ്പൊ അവിടെയും ഒരുപാട് കുഞ്ഞു കുഞ്ഞി ഇനി വരാൻ പോകുന്ന കലാകാരന്മാരാണ് അവിടെ ഉള്ളത്. അവിടെ ആ ഒരു ഫ്ലോറിൽ നിൽക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? കാരണം ഒരുപാട് കുട്ടികളുടെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് അവിടെ കാണാൻ പറ്റും. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി, അയ്യോ ഇവരൊക്കെ ഇത്രയും പെർഫോം ചെയ്യുമെന്ന്. എങ്ങനെയുണ്ട് ലൈവായിട്ട് അവരുടെയൊക്കെ അതെ പെർഫോമൻസ് അതെ, അടുത്ത ജനറേഷൻ വളരെ ടാലന്റഡ് ആണ്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ സിനിമയിൽ എത്രത്തോളം സക്സസ് ആണ്, അല്ലെങ്കിൽ ഇവരൊക്കെ സിനിമ കാണുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പൊ എവിടെയെങ്കിലും ഒരു ജഡ്ജ്മെന്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്നേഹപരമായിട്ട് ഒരു ചേട്ടൻ എന്ന രീതിയിൽ സംസാരിക്കുള്ളൂ. പറയുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആദ്യം നീ മര്യാദയ്ക്ക് അഭിനയിക്കും, എന്നിട്ട് നീ ഞങ്ങൾ ഉപദേശിക്കാൻ വാ എന്ന് വരെ പറയാൻ പറ്റുന്ന കഴിവുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്.